ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാനൊരു ലൈവ് ട്രേഡ് വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്കത് തന്നെ സാധിച്ചില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ മോർണിംഗ് തന്നെ ഈ ആപ്പ് സ്റ്റോക്കിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഹാങ് ആയിരുന്നു. എൻ്റെ വൈഫൈയിലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവസാനം ഞാൻ സീറോത് അധികം യൂസ് ചെയ്ത ആളാണ് ചാർട്ട് നോക്കാൻ. കാരണം ഞാൻ ഓൾറെഡി ആപ്പ് സ്റ്റോക്ക് ഒരുപാട് കണ്ട് ശീലിച്ചു പോയിട്ടുണ്ടായിരിക്കും. സീറോത് കുറച്ചുകൂടി ബെറ്റർ ഇൻ്റർഫേസ് ആണെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നുമായിരിക്കും. ബട്ട് ഞാൻ ശീലിച്ചു പോയത് ആപ്പ് സ്റ്റോക്ക് ആയതുകൊണ്ട് സീറോത് അധികം യൂസ് ചെയ്യാറില്ല എന്തിനും മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ സീറോതിൽ ഞാൻ ഓപ്പൺ ചെയ്തു. കാരണം ആപ്പ് സ്റ്റോക്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് അതിൽ ഞാൻ ചാർട്ടൊക്കെ നോക്കിയിട്ട് ഒരു ട്രേഡ് ഞാൻ ഫയേഴ്സിൽ പ്ലേസ് ചെയ്തു. പിന്നെ അതിന് ശേഷം ഫയേഴ്സും ഹാങ്ങായി, ആപ്പ് സ്റ്റോക്കും ഹാങ്ങായി. എനിക്ക് പിന്നെ ആ ട്രേഡ് നോക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓർഡറാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത ട്രേഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം രാവിലെ തന്നെ ഗ്യാപ്പ് അപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു റേഞ്ചിൽ നിന്ന്, അതായത് 10,170 ആ റേഞ്ചൊക്കെ 10,170 റേഞ്ചിൽ നിന്ന് ഒറ്റയടിക്ക് ഗ്യാപ്പ് ആയിട്ട് 10,325 വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി മനസ്സിലായി താഴോട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നേ ട്രേഡ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എനിക്കറിയാം ഇങ്ങനെ നിഫ്റ്റി വളരെയധികം ഗ്യാപ്പ് അപ്പ് സംഭവിച്ച് ഇങ്ങനെ ഒരു റിജക്ഷനൊക്കെ കാണിക്കണമെങ്കിൽ റെഡ് ക്യാൻഡിലും അങ്ങനെ കണ്ടോ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ അങ്ങനെയൊക്കെ പറയാം നമുക്ക്, മുകളിൽ റിജക്ഷൻ ക്യാൻഡിലൊക്കെ കാണിക്കണമെങ്കിൽ അതിനർത്ഥം താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മിക്ക ടൈമിൽ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും എനിക്കൊരു സ്റ്റോക്ക് സെല്ല് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ SBI ടോപ്പ് ഗെയിനേഴ്സിൽ എനിക്ക് കിട്ടി. ടോപ്പ് ഗെയിനേഴ്സിൽ എനിക്ക് SBI എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, SBI ഓൾറെഡി നമ്മുടെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനെ ഏകദേശം കോപ്പി ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. അതായത് ഇതാണ് നിഫ്റ്റിയുടെ അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് താഴേക്ക് പോയി, പിന്നെ മേലോട്ട് പോയി. പിന്നെ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ വോളിയം വെയ്റ്റഡ് ആവറേജ് പ്രൈസ് വി വാപ്പുമ റെസിസ്റ്റൻസ് എടുക്കുന്നത് ഞാൻ കണ്ടു. അതായത് ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ ആയിപ്പോഴേക്കും റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നിഫ്റ്റി താഴേക്ക് വന്നിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഈ SBI എന്ന് പറയുന്ന സ്റ്റോക്കും താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ഗ്യാപ്പ് വന്നിട്ട് ഗ്യാപ്പ് താഴേക്ക് ഫില്ല് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, SBIയിൽ ഈ വിവാപ്പുമ റെസിസ്റ്റൻസ് കൂടി എടുക്കുകയാണ് ചെയ്യുമ്പോൾ എനിക്കൊരു നല്ലൊരു ഹൈ പ്രോബിലിറ്റി ഒരു ട്രേഡ് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഈ റേഞ്ചിൽ ഞാൻ സെല്ല് ചെയ്തു. 1:2 റിസ്ക് റിവാർഡ് റേഷ്യോ വെക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ വെച്ചതിന് ശേഷം ഞാൻ ഇതേണ്ട ഇവിടെ പ്രോഫിറ്റ് ഞാൻ കാണിച്ചതാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും എൻ്റെ ബ്രാക്കറ്റ് ഓർഡർ ഞാൻ സെറ്റ് ചെയ്തത്. ഞാൻ 5 years ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ബ്രാക്കറ്റ് ഓർഡർ 5 yearsൽ അവൈലബിൾ ആയിട്ട് ഉള്ളൂ. ആപ്പ് സ്റ്റോക്കും സീറോതൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ 5 years യൂസ് ചെയ്യും. മുന്നേ ഞാൻ ആപ്പ് സ്റ്റോക്കാണ് യൂസ് ചെയ്തിരുന്നത് ബ്രാക്കറ്റ് ഓർഡർ യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇരട്ടി പണിയാണ്. കാരണം ആപ്പ് സ്റ്റോക്കിൽ ചാർട്ട് നോക്കുക, 5 yearsൽ ട്രേഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നെ ശീലമായി ഫാസ്റ്റ് ആയിക്കോളും അത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഈ 5 years ഹാങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബ്രാക്കറ്റ് ഓർഡറിൻ്റെ ഗുണം. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഓർഡർ ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് സിസ്റ്റം ഹാങ് ആയാലും ഒന്നും പേടിക്കാനില്ല. നമ്മുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നഷ്ടത്തിൽ അത് അവസാനിച്ചോളും. അപ്പോൾ ഞാൻ കുറേ നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇത് കുറേ നേരം എൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോയി. അതിനുശേഷം വന്നപ്പോഴേക്കും എൻ്റെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്രാക്കറ്റ് ഓർഡറിൻ്റെ പവർ. അപ്പോൾ ഞാൻ എടുത്ത ട്രേഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ SBIന് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഞാൻ SBIന് ഒന്ന് ഡേ ക്യാൻഡിലും കൂടി ഇട്ട് നോക്കി. ഓക്കെ, വൺ ഡേ ക്യാൻഡിൽ ഇട്ട് നോക്കിയപ്പോൾ അതും അതെ നോക്കിക്കാണ്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഗ്യാപ്പ് അപ്പ് ചെയ്തു. പിന്നെ ഇവിടെ താഴോട്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. അത് താഴേക്ക് ഫ്രീ ആയിട്ട് താഴേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതും കൂടി എനിക്ക് മനസ്സിലായപ്പോൾ കുറച്ചും കൂടി ഹൈ പ്രോബിലിറ്റി ട്രേഡ് എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ട്രേഡ് എടുത്തത്. അതിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നമ്മുടെ പ്രോബിലിറ്റിയും നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചൊക്കെ ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ നല്ല ദിവസമായിട്ട് ക്ലോസ് ചെയ്തു മൺഡേ. അപ്പോൾ എന്താണ് നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു പ്രോബിലിറ്റി കൂടി നമ്മൾ നോക്കാം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. നമ്മൾ നല്ല റിസ്ക് ടു റിവാർഡ് റേഷ്യോ 1:2 ഒക്കെ വെച്ചിട്ട് ബുക്ക് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ട്രേഡ് എടുക്കുക. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
എനിക്ക് കൂടുതലൊരു മോട്ടിവേഷൻ കിട്ടും ഇങ്ങനത്തെ ട്രേഡ് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ട്രേഡിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.